ഇന്ന് സെപ്റ്റംബർ 11, 2025 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാനൊരു സർപ്രൈസ് കൊടുക്കുകയാണ് മുരളിയേട്ടന്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റല്ല, ഒരു സ്റ്റേക്കേഷന് കൊണ്ടുപോവാണ്. സ്റ്റേക്കേഷൻ എവിടെയാണെന്ന് മുരളിയേട്ടനോട് പറഞ്ഞിട്ടില്ല. സംഭവം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേക്കേഷന് പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന ഒരു മോണ്ടിക്കിൾ ഗ്ലാംസ് എന്ന് പറഞ്ഞിട്ട് വാഗമണിലൊരു റിസോർട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗ്ലാമ്പിങ്ങിന് പോകുന്നത്. അപ്പം മുരളിയേട്ടൻ അത് സർപ്രൈസ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം സ്ഥലത്ത് സ്റ്റേക്കേഷന് പോകുന്നതെന്ന് അറിയാം, പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. അപ്പോൾ എവിടെയാണെന്ന് ഇനിയിപ്പം ഗൂഗിൾ മാപ്പ് ഞാൻ എടുത്തു തരാം. ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ മാപ്പിൽ ഞാൻ എടുത്തു തരാം, മുരളിയുടെ ലൊക്കേഷൻ നോക്കരുത്. മുരളിയേട്ടൻ അതുവഴി പകുതിയാകുമ്പോൾ മുരളിയേട്ടൻ വാഗമൺ ഏരിയ എന്ന് മനസ്സിലാവും, അത് കുഴപ്പമില്ല. വാഗമണ്ണാന്ന് മനസ്സിലായിക്കോട്ടെ, പക്ഷേ ഗ്ലാമ്പിംഗ് ആണെന്ന് മനസ്സിലാവത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊക്കെ, ഞാനും മുരളിയേട്ടനും ഒക്കെ ഒരു ഗ്ലാമ്പിംഗ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കും രസമായിരിക്കും ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് മുരളിയുടെ സ്വെറ്റർ എടുക്കാൻ പറയണം. മുരളിയുടെ തണുപ്പൊട്ടും അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്വെറ്റർ എടുക്കാനായിട്ട് പറയണം, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. സ്വെറ്റർ എടുക്കുക എന്ന് പറയാം. തണുപ്പുള്ളൊരു സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന് രാവിലെ പോയി പറയാം. കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മുരളിയേട്ടനും അറിയാം. കേക്കൊക്കെ അത് സർപ്രൈസ് ഒന്നുമില്ല, കേക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വെറ്റർ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നാണ്, ഇനിയും ചെന്ന് പറയാം. ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഗുഡ് മോർണിംഗ് മുരളിയേട്ടന്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മുരളിയേട്ടന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഏത് പ്ലേസ് ആണ്? ഇപ്പൊ ഡയറക്ഷൻ കാണുമ്പോൾ മുരളിയേട്ടൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവല്ലോ. ഞാൻ തണുപ്പ് സ്ഥലം സ്വെറ്റർ എടുക്കാൻ പറഞ്ഞു. എന്തെങ്കിലും ചോയ്സ് മുരളിയേട്ടന് അറിയാവുന്ന ഐഡിയാസ് ഉള്ള സ്ഥലം പറയോ? എന്തെങ്കിലും ചോയ്സ് കാണും. അതെന്താണ് അങ്ങനെ തോന്നാനുള്ള റീസൺ? കുട്ടിക്കാലത്ത് കുട്ടിക്കാനം 5 മണിക്കൂർ ദൂരമില്ല. ഓക്കെ, ഇപ്പൊ 2 hours 46 minutes കാണിക്കുന്നത്. ശരി, അപ്പൊ ഈ 2 മണിക്കൂറില്ല, എന്നാലും ഒരു 4 മണിക്കൂർ എന്തായാലും എടുക്കും. ഈ സമയം കൊണ്ട് കുട്ടിക്കാനം എത്തില്ല. ശരി, അപ്പം ഈ 2 പ്ലേസിൽ ഏതാന്ന് നമുക്ക് നോക്കാം. ഇനി ആ പ്ലേസിനെ പറ്റി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ആ പ്ലേസിൽ എന്താണുള്ളതെന്ന് ഇല്ല. വാഗമണില് ഞങ്ങളാകെ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അത് 2019 ഡിസംബറിലാണ് പോയത്. അപ്പൊ ആ സമയത്ത് വാഗമണിൽ പോകുമ്പോൾ വേറൊരു സിറ്റുവേഷനിലായിരുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കമന്റ് എനിക്ക് പറയാനില്ല. പിന്നെ മൂന്നാറാണെങ്കിൽ ഇപ്പം 2020 ശേഷം 100 പ്രാവശ്യം ഇപ്പൊ 100 ഒരു 6-7 പ്രാവശ്യം എന്തായാലും പോയിരുന്നു. പക്ഷെ 20 വരെ ഞാൻ ജീവിതത്തിൽ പോയിട്ടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കേക്ക് ട്രാവൽ ചെയ്യാൻ നേരത്ത് കൊണ്ടുപോകാൻ നേരത്ത് ഇങ്ങനെ ഞാനത് ഹോം ഡെക്കറിൻ്റെതാണ് മേടിച്ചത് കേട്ടോ. സോറി, ഹോം മേക്കർ, എന്ത് ഹോം ഡെക്കർ എന്ന് പറയുന്നത്, ഹോം മേക്കറിൻ്റെതാണ് മേടിച്ചത്. ക്രീമി ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിലുള്ള ദീപയുടെ നിന്നാണ് മേടിച്ചത്. ദീപയുടെ സൂപ്പർ കേക്കാണ്. അപ്പം ഇത് ദീപ തന്നെ പറഞ്ഞെന്ന ഐഡിയ ആണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ഐസ് കട്ടകൾ ഇൻസ്റ്റാമാർട്ടിലൊക്കെ കിട്ടും. അതിനകത്ത് റാപ്പ് ചെയ്ത കുറേ കവേഴ്സിനകത്ത് വെച്ചിട്ടുണ്ട്, അലിഞ്ഞു പോവാതിരിക്കാൻ. റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരളിയേട്ടന് വാഗമണ്ണാണെന്ന് തുറന്ന് വഴിക്കേ മനസ്സിലായി. കാരണം വാഗമണ്ണ് മൂന്നാറല്ല, അത് മുരളിയേട്ടന് പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി. തിരിയേണ്ട റൂട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് വാഗമണ്ണാന്ന് മനസ്സിലായി. പിന്നെ എത്തുന്ന വരെ മുരളിയേട്ടൻ ഇങ്ങനെ ഗ്ലാം സ്റ്റേ അതൊന്നും മനസ്സിലായിട്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ ഈ സെറ്റപ്പൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാണ് ഗ്ലാം സ്റ്റേ ആണെന്നുള്ളത്. ഏത് റിസോർട്ടാണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. റിസോർട്ട് അല്ലെങ്കിൽ ഏതാണെന്ന് മനസ്സിലാകത്തില്ല. നോർമൽ റിസോർട്ടാണെന്ന് വിചാരിച്ചുള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് കുറേ നേരമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നോട് ചോദിച്ചു എന്ത് ടൈപ്പ് റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഞാനൊരു
വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഒരു വിത്ത് ജക്കൂസിയാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് റൂമിലെത്തിയിട്ട് നമുക്ക് അപ്പം റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവുന്ന ടൈപ്പൊന്നും അല്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാനിത് എടുത്തേക്കുന്നത്. നല്ല ചൂട് ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. ഒത്തിരി നാളായി നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട്. ബിരിയാണി ഓർഡർ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അമ്മലാണ് ഇഷ്ടപ്പെട്ട ബിരിയാണി. പൊറോട്ട പറഞ്ഞായിരുന്നു, ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു ഫുഡ്. ഒരു തണുപ്പായതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച് തണുത്ത് പോകുന്നതിൻ്റെ പൊറോട്ട വന്നിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെ റൂം കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇതാണ് ക്യാമ്പ് എന്നും പറയാം. വന്നപ്പോഴത്തേക്കും ഇതിനെന്തീ പൈസ കൊടുത്തോ എന്ന് ചോദിക്കുന്നേ. മാത്താ പോത്താ പോ. റോസ് ഇവർക്ക് വെറുതെ കിട്ടും. Thank you. When did you buy this? That's none of your business. Tell me, when did you buy this? പോയില്ലല്ലോ എവിടെയല്ലോ. ഓൺലൈൻ മേടിച്ചോ? പറ, ഓൺലൈൻ മേടിച്ചോ? ഓൺലൈൻ മേടിച്ച് ഒത്തിരി പാട് കിട്ടും ഇത് വരുത്താനായിട്ട്. എന്താ ഒത്തിരി പാട് കിട്ടേ? അത് ഡെലിവറിയുടെ ആലുവ ഓഫീസിൽ വന്ന് സ്റ്റക്കായി. അവരത് ഡെലിവറി എടുക്കുന്നില്ലായിരുന്നു. കുത്തിത്തിരിച്ച് പിന്നെ ഫോറം മാളിൽ അവരുടെ പോയി മേടിച്ചുകൂടായിരുന്നോ? ഫോറം മാളിൽ അവരുടെ പറഞ്ഞു മുരളിയേട്ടൻ തന്നെ ഇട്ട് തരാൻ പറഞ്ഞു. ടിങ് 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 ടിങ്. ഈ സ്വരോസ്കി ആകുമ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ആ കൊളുത്തിൻ്റെ അവിടെ അവരുടെ ആ അരയന്നത്തിൻ്റെ ഡിസൈനിലെ ആ കൊളുത്തിൻ്റെ അവിടെ ഉണ്ട് അരയന്നത്തിൻ്റെ ഡിസൈൻ. അത് ഭയങ്കര രസമാണ്. കുത്തിയില്ല. ഓക്കെ, ഇനി ഞാൻ ഈ കഴുത്തി കിടക്കുന്നത് ജസ്റ്റ് അകത്ത് പിൻ കുത്തിയിടാം. താങ്ക് യു. കൊള്ളാമല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോറം മോളിൽ സരോസ്കിയുടെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ളത് ഉണ്ട്, അതെനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിങ്ങനെ കാണിച്ചു കൊടുക്കും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു അസ്. കെട്ടിയതോളൂ. സ്പൂൺ വെച്ചെടുത്ത് തരാം, അല്ലെങ്കിൽ കൈ വെച്ചെടുത്തോളൂ. ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു ഫെറാറ റോഷർ കേക്കാണ്. ഭയങ്കര കട്ടയായിട്ടിരിക്കുന്നു. ഞാൻ പകുതി അങ്ങോട്ട് തരാം. അയ്യോ, എന്റെ വിരലിട്ട് ഒറ്റക്കടി. ഇപ്പോഴും തണുപ്പുണ്ടല്ലോ കേക്കിന്. പിന്നെ എങ്ങനെ അലിഞ്ഞു വന്നോ? ഗ്ലാമ്പിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. രാത്രിയിൽ കേർട്ടൻസ് ഒക്കെ തുറന്നിട്ട് വെളിയിലിറങ്ങി ഞാൻ ഫുള്ള് മൂടി പുതച്ചിറങ്ങിയേക്കാണ്. എൻ്റെ വണ്ടൊക്കെ എൻ്റെ പുറത്തൂടെ വന്ന് വീഴുന്ന പോലെ തോന്നുന്നു. കാണുന്നില്ല എന്നെനിക്കറിയാം. ഭയങ്കര കൊടും തണുപ്പൊന്നും ഇല്ല. പക്ഷേ അല്ലേ ഉണ്ട് കാറ്റില്ല ഇപ്പം, അതുകൊണ്ടാണ്. വലിയ കൊടും തണുപ്പൊന്നും ഇല്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. പല ടൈപ്പിലുള്ള ചെടികൾ, അത് പൂക്കളുള്ള ചെടികൾ. തണുപ്പ് സ്ഥലമാകുമ്പോൾ എല്ലാ റിസോർട്ട്സിലും അങ്ങനെയാണ്. പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. ഞാൻ മുരളിയേട്ടൻ തന്ന മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പതച്ച് മൂടിയിരിക്കുന്ന കാരണം കാണാൻ വയ്യ. ഇതാണ് ഇവിടുന്ന് ഈ ഫുൾ ഗ്ലാംസിൻ്റെ വ്യൂ കേട്ടോ. 4 എണ്ണം കാണാം. ബാക്കി താഴോട്ടും ഉള്ളതും കാണാം. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം.
താഴെ ഒരു 3 ഉണ്ട്, മൊത്തം 7 എന്നാണ് പറഞ്ഞത്. നോക്കിയപ്പം 7 കാണുന്നുണ്ടല്ലോ. മുകളിൽ 4, താഴെ 3. ബ്രേക്ക്ഫാസ്റ്റിന് ഫസ്റ്റ് ഡേ പൂരി ഭാജി, അപ്പം, സ്റ്റൂ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ, പിന്നെ കുറച്ച് സാൻഡ്വിച്ച് അങ്ങനെയായിരുന്നു. പക്ഷേ ഉള്ള ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ സാധാരണ ഹോട്ടൽസിനെ പോലെ ഒരു വാസ്റ്റ് സ്പ്രെഡ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ഗെയിം ഏരിയയിൽ കുറച്ച് ഗെയിംസ് കളിക്കാൻ വന്നതാണ്. എന്തൊക്കെയോ ഉണ്ട്. കുറേ നാളായി ഞാൻ സ്നൂക്കറിൽ തോപ്പിച്ചിട്ട്. തോപ്പിക്കാൻ വന്ന ആൾ ദയനീയമായി പരാജയപ്പെട്ടു. ഞാൻ ആദ്യം തോറ്റ് കളി മറന്നേ ഇരിക്കുമായിരുന്നു കേട്ടോ. അവസാനം എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ജയിച്ചു. അതെങ്ങനെയാണെന്ന് പറയൂല്ലേട്ട്? എങ്ങനെയൊക്കെയോ ഞാൻ ജയിച്ചു. ലാസ്റ്റ് ആയപ്പോൾ അത് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ എനിക്കൊന്നും കിട്ടത്തില്ല, ആദ്യം മുല്ലേടത്ത് ഇങ്ങനെ പോയിന്റ് അടിച്ചിട്ടോണ്ടിരിക്കും. പക്ഷെ ലാസ്റ്റ് ഫൈനൽ ആകുമ്പോഴത്തേക്കും കൂടുതൽ പോയിന്റ് എനിക്കായിരിക്കും. എന്തൊരു സന്തോഷം മുരളിയേണ്ട തോപ്പിച്ചു കഴിഞ്ഞപ്പോ. ആ തോറ്റ മുഖം കാണട്ടെ, വരും തോറ്റ മുഖം കാണട്ടെ. എന്നെ പരാജയപ്പെടുത്താൻ വന്നതാ. ഇത് മുരളിയുടെ ഉറപ്പിച്ചില്ല മുരളിയുടെ ജയിക്കുമെന്ന്. സത്യം മുരളിയുടെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇന്ന്. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ ഇത് തോക്കുമെന്ന്. അല്ല, ഞാൻ തോക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാനും വിചാരിച്ചു ഞാൻ തോക്കുമെന്ന്. കാരണം എനിക്ക് തീരെ വയ്യ, എനിക്കിങ്ങനെ പനി ജലദോഷം. ഞാൻ പറഞ്ഞു എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ലാസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറേ പോയിന്റുകൾ കിട്ടി. ഇവിടെ ഒരു മരത്തിൻ്റെ മരത്തിൻ്റെ ഏറുമാടം പോലെ. ഞങ്ങൾ തിരിക്കുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരം തൊട്ട് എനിക്ക് ചെറിയൊരു കോൾഡ് തുടങ്ങി. അപ്പം തണുപ്പ് സ്ഥലമായതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പം ഞാൻ ഈ വേപ്പറൈസർ ഇൻഹേലർ എടുത്തു വെച്ചു. പിന്നെ അവിടെ ചെന്ന് ഒരു 4-5 പ്രാവശ്യം വെച്ചിട്ട് ഞാനത് ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അസലായിട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ സിട്രസിൻ രാത്രി കഴിക്കലും രാവിലെ ഡെയിലി ഒരു 3 ടൈംസ് വെച്ചിട്ട് പാരസ്റ്റോൾ കഴിച്ചും ഒക്കെയാണ് മാനേജ് ചെയ്ത് പോയത്. തീരെ വയ്യായിരുന്നു ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും. വയ്യാതെയാണോ വെള്ളത്തിലിറങ്ങുന്നതല്ലേ ഇപ്പം വിചാരിച്ചത്. അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് ജക്കൂസിക്ക് എക്സ്ട്രാ എമൗണ്ടൊക്കെ കൊടുത്ത് മേടിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അത് ടെമ്പറേച്ചർ കൺട്രോൾഡായിരുന്നു. വലിയ തണുത്ത വെള്ളം അല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെസ്റ്റോറൻറ്റിൽ പോയാണ് കഴിച്ചത്. ഡിന്നർ മാത്രമേ റൂമിലോട്ട് ഓർഡർ ചെയ്തുള്ളൂ. ഫുഡ് എനിക്ക് എക്സലൻറ്റ്. ഞാനൊരു ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 8 കൊടുക്കും. ഫുഡ് കഴിച്ചെൻ്റെ വയറ് പൊട്ടിത്തെറിക്കാറായി. എനിക്കിപ്പോൾ വെയിറ്റും കൂടിയിരിക്കുക കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും ഡയറ്റ് ചെയ്ത് ഒന്ന് വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സർജറി ഇത് അങ്ങനെ ഒരു ഈ വേരിക്കോസ് വെയിൻ്റെ ആ പ്രൊസീജിയർ വന്നിട്ട് 2 months റെസ്റ്റ് വന്നു. ആ റെസ്റ്റ് സമയത്ത് വീണ്ടും വെയിറ്റ് കൂടി. അങ്ങനെ എൻ്റെ ഈ വെയിറ്റ് ഡിക്രീസിങ് പരിപാടി ഈ എല്ലാ വർഷവും ഇങ്ങനെ നീളുന്ന ഒരു പരിപാടിയാണ്. ഞാൻ വർഷത്തിൽ എനിക്ക് തോന്നുന്നു പല വെയിറ്റുകളിൽ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ അഴിക്കുക ടൈറ്റാക്കുക. ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നെപ്പോലെ ശരീരപ്രകൃതി ഉള്ളവർ ഒരു രക്ഷയില്ല. ഞാൻ എത്ര പ്രാവശ്യം വണ്ണം കുറയ്ക്കും, പിന്നെ എൻ്റെ വണ്ണം കുറയ്ക്കും, പിന്നെ അല്ലാതെ ഞാൻ വണ്ണം അല്ലാതെ കഴിച്ചിട്ട് വെക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നോർമൽ കണ്ടീഷനിലല്ല. എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു മാസത്തെ ഇതായിട്ട് എനിക്ക് ഇരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു എക്സസൈസും ചെയ്യാതെ നമുക്ക് ഫുഡ് നിർബന്ധമായി കഴിക്കേണ്ടി വരുമ്പോഴത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. എൻ്റെ കയ്യിലുള്ള സംഭവമല്ല, ഫുഡ് പുള്ളിയുടെ കുത്തിക്കയറ്റി കഴിപ്പിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ കാരണം എനിക്ക് രാത്രിയിലൊക്കെ ഒരുപാട് ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കുന്ന ആളാണ്. അപ്പം ഈ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ പിന്നെ അതിൻ്റേതായ മെഡിസിൻസും അങ്ങനെ വേറെ കുറേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും മരുന്ന് കഴിക്കേണ്ട, കാരണം പുള്ളിയുടെ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല. അങ്ങനെ എൻ്റെ വെയിറ്റ് കൂടി. ഇപ്പോൾ പിന്നെ അല്ലാതെ എനിക്ക് കൺട്രോൾ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. ഈ പുറത്തൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കഴിക്കും. കഴിഞ്ഞ ജന്മം ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നെങ്കിൽ ചൈനയിലായിരുന്നു അല്ലെങ്കിൽ സൊമാലിയയിലായിരുന്നു. ഫുഡ് കിട്ടാത്ത ഒരു കൂട്ടത്തിലായിരുന്നു. ഫുഡ് കണ്ടാൽ എനിക്ക് ആർത്തിയാണ്. കുറച്ച് റെസിസ്റ്റൻസ് കുറവാണെന്ന് തോന്നുന്നു ഫുഡിനോട്. അതെ, കൺട്രോൾ കുറവാണ്. റെസിസ്റ്റൻസ് അല്ല, കൺട്രോൾ കുറവാണ്. ഇത് ഓരോ കണ്ണാടി വെച്ചുകൊണ്ട് വരിക. നേരത്തെ വേറൊരു കണ്ണാടിയായിരുന്നു, ഇപ്പം വേറൊരു കണ്ണാടി. ഞാനാണെങ്കിൽ കണ്ണാടിയെ എടുത്തിട്ടില്ല. ഈ കണ്ണാടിയൊക്കെ പിന്നെ വെറുതെ വെച്ചോണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ മേടിക്കേണ്ട കാര്യം.
വേറെ എവിടെയെങ്കിലും ട്രിപ്പിന് മുമ്പ് എടുക്കും അതൊക്കെ. ഒരു 2 കണ്ണടി എടുത്തുണ്ടോ അത് ഇങ്ങോട്ട് വരെ? ഫോട്ടോ എടുത്ത് തരാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ. ഇവിടെ മറ്റേ ജീപ്പ് ട്രക്കിംഗ്, എന്താ സഫാരി, ക്യാമ്പ് ഫയർ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഒന്നിനും പോകാത്ത. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പം അല്ലെങ്കിൽ ലഞ്ചിന് പോകുമ്പോഴൊക്കെ അവർ ചോദിച്ചായിരുന്നു ഇന്നെങ്ങും പോയില്ലേ, ഇന്നലെയും ഒക്കെ ചോദിച്ചു ഇന്നെങ്ങും പോയില്ലേ. പനി പിടിച്ച കാരണം എങ്ങും പോയില്ല, റൂമിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിലെങ്കിലും ഒന്ന് വെറുതെ കറങ്ങാൻ പോകുമായിരുന്നു. അത് പനി പിടിച്ച് ഒരു സ്റ്റേക്കേഷൻ ആയതുകൊണ്ട് എങ്ങും പോകാൻ പറ്റിയില്ല. എന്ത് സാധനം? ഇവിടെ ക്യാമ്പ് ഫയർ, അതിൻ്റെ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. ക്യാമ്പ് ഫയറിൻ്റെ ഒച്ച പാട്ട് കേൾക്കുമായിരുന്നു രാത്രിയിൽ. പക്ഷെ തണുപ്പത്ത് ഇറങ്ങിയാൽ ജലദോഷം, എനിക്കിങ്ങനെ നല്ല കടുത്ത ജലദോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങും ഇറങ്ങാൻ പറ്റിയില്ല. നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒച്ച ഒരു വ്യത്യാസമില്ലേ. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് നടക്കുമ്പോൾ ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ അയക്കുമ്പോൾ നിഷ തന്നെയല്ലേ എന്ന് കുറേ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നിഷ തന്നെയാണ്, എനിക്ക് കോൾഡ് പിടിച്ചിരിക്കുന്ന കാരണം ഒച്ച മാറിയതാണ്. എൻ്റെ ഒച്ച കേട്ടിട്ട് വാട്സാപ്പിൽ കൂടെ ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന് കുറേ പേര് വന്നു കേട്ടോ. എനിക്കത് സന്തോഷമായി. അങ്ങനെ നന്നായിട്ട് പോകുന്നു. പിന്നെന്താണ് വിശേഷം? ഇന്ന് ചെക്കൗട്ട്. പനി പിടിച്ച് ഒരു വെഡിങ് ആനിവേഴ്സറി സ്റ്റേക്കേഷൻ ആയിരുന്നു. മുരളിയേട്ടന് വേണ്ടി സർപ്രൈസ് ആയിട്ടാണ് ഞാനിതൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പം മുരളിയേട്ടൻ്റെ 2 ഡയലോഗുകളോട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ പറയൂ. 2 ഡയലോഗ് എന്ന് വെച്ചാൽ ആദ്യം പറയാനുള്ളത്, സാധാരണ വന്നുടനെ ചോദിച്ചാൽ ഇതിന് എത്രയായി എന്നൊക്കെയാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണെന്നറിയോ? എനിക്കറിയാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ എപ്പോഴും ഓരോ അസുഖങ്ങൾ വരുമ്പം ഞാൻ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് കംപ്ലൈന്റ്. അപ്പൊ കഴിഞ്ഞ ഒരു 2-3 പ്രാവശ്യമായിട്ട് എന്തായാലും ഭവതിയാണ് കൊണ്ടുവന്നിട്ട് എനിക്ക് തരാറാ പതിവ്. ഇപ്രാവശ്യം ഭാഗ്യം കൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് വന്നിട്ടില്ല. ഇല്ല, എനിക്ക് പറയാനുണ്ട്. ഒരു ദിവസം എനിക്ക് ശ്വാസം മുട്ടിയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സൺറൈസ് ആശുപത്രി കയറ്റി. ശ്വാസം മുട്ടി, അവരുടെ എമർജൻസി 2 മണിക്കൂർ കിടത്തി. ശ്വാസം മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് പിടിച്ചു. ആയിക്കോട്ടെ, അവിടെ ഞാനും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എങ്ങും പുറത്തിറങ്ങുന്നില്ല. അല്ല, എനിക്ക് റെസിസ്റ്റൻസ് ഇപ്പൊ കുറച്ച് കുറവാണ്. നമ്മള് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിനല്ല അവിടെ പ്രസക്തി. ഓക്കെ, അത് സാരമില്ല. ഇപ്പൊ നമ്മൾ അതല്ലായിരുന്നു ഇവിടുത്തെ ചോദ്യമേ അല്ല. അതിലോട്ട് വരാം. അതുകൊണ്ട് ഈ ഒരു പനി പിടിച്ച വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഞാനിങ്ങനെ ഒരാഴ്ചയായിട്ട് ഭയങ്കര എനിക്ക് വലിയ പണ്ടത്തെ പോലെ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ആവാറില്ല. മുരളിയേട്ടനും കുറേ എന്നോട് ചോദിച്ചോട്ട് ഗിഫ്റ്റ് തന്നിട്ട് പണ്ടത്തെ പോലത്തെ ഒരു റിയാക്ഷൻ അല്ലോ. എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം നിങ്ങളത് വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. 2-3 പ്രാവശ്യം ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളൊക്കെ കാണുമ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല. ഇത്തിരി ഒരു എല്ലാം മൈൽഡായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. മൈൽഡെന്ന് മീൻസ് അങ്ങനെ വലിയ ദുഃഖമായാലും സന്തോഷമായാലും ഞാൻ ഓവറായിട്ട് ഞാനങ്ങനെ കാണിക്കാറില്ല. പക്ഷേ മാഡം അങ്ങനെ അല്ലായിരുന്നു. മാഡം ഇപ്പം ഞാൻ കുറച്ച് വ്യത്യാസം വന്നു. ഇപ്പം എനിക്ക് കുറച്ച് ചേഞ്ചൊക്കെ വന്നു. ഞാനിപ്പോൾ ഒരു ലൈഫ് കോച്ച് അല്ലേ, അപ്പോൾ കുറച്ച് ചേഞ്ച് വന്നു. ഇപ്പം അങ്ങനെ ഓവർ എക്സൈറ്റ്, എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് പോവുകയാണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവാറില്ല. അത്രേ ഉള്ളൂ. റിയാക്ഷൻ ഇതൊരു ഒരു നല്ല ഒരു സ്റ്റേ ആയിരുന്നു, ഒരു വെറൈറ്റി സ്റ്റേ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. സന്തോഷം വന്നോ? ഇല്ല, പിന്നെ സന്തോഷം വന്നു ഡെഫിനറ്റ്ലി. കാരണം എന്താ വെച്ചാൽ സന്തോഷം മീൻസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് ഒരാൾ കംപ്ലീറ്റ് മൂക്കടഞ്ഞിരിക്കുന്നു, ആ പ്രശ്നങ്ങൾ തന്നെ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വലിയ തിരക്കേടില്ലാതെ പോയി. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു
സന്തോഷം ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മുരളിയുടെ വന്ന ഉടനെ ബെഡിൽ പൂക്കൾ, ഇതൊക്കെ മുരളിയുടെ സാധനം എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. തിരിച്ചു ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ മുഖത്ത് ആ എക്സൈറ്റ്മെന്റ് അങ്ങനെ എന്നിട്ട് അത് ആദ്യം കണ്ടപ്പോ നീ ഇതിനു വേണ്ടി എക്സ്ട്രാ പൈസ കൊടുത്തോ? ഇതാണ് ഫസ്റ്റ് ചോദ്യം. എനിക്ക് എങ്ങനെ ദേഷ്യം വന്നു. അതുകൊണ്ടല്ല, ഒത്തിരി ഞാൻ എക്സ്ട്രാ കൊടുത്തില്ല, അതൊരു കോംപ്ലിമെന്ററി ആയിരുന്നു. റോസാപ്പൂക്കളുടെ ഇതില് ഞാൻ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കായിരുന്നു തോന്നുന്നു എനിക്ക്, അതിരപ്പള്ളിയിൽ ഒരു റിസോർട്ടില് ബുക്ക് ചെയ്തിട്ട് പോയതാണ്. അത് ഏതോ ഒരു ഇതിന്റെ ഒരു ചാലക്കുടി പുഴയുടെ സൈഡിലാണ്, പേര് ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ഇതേപോലെ അവരൊരു ചെറിയൊരു ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഇതേപോലെ ഒരു ലവ് സൈനും കാര്യങ്ങളും ടവല് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് റോസാപ്പൂ ഇടുന്നതിന് ഒരു കണ്ടമാനം എന്നെ ചാർജ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബെഡ് നിറച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് വന്നൊരു, പക്ഷെ അത് ഫ്രീ ആന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുരളിയേട്ടൻ ചെയ്യിക്കുന്നത് ഞാൻ ചെയ്യിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഓരോരുത്തരുടെ സ്ഥലത്തിന്റെ വ്യത്യാസമാണ്. അല്ലല്ല, ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. ഒരാള് പറയുന്ന അവിടുത്തെ മാനേജർ ഫ്രീ ആയിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ അല്ല, ചോദിക്കുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. അത് എന്തെങ്കിലുമൊക്കെ പറയാം, ആർക്കും പ്രത്യേകിച്ച് വിരോധം. അപ്പൊ മൊത്തത്തിലൊരു സന്തോഷമൊക്കെ വന്നില്ലേ? ഓഫ് കോഴ്സ് ഇതൊരു എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേ തന്നെയാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് ഒരു സ്ലൈറ്റ്ലി ഓൺ ദ എക്സ്പെൻസീവ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ജക്കൂസി ഒക്കെ ഉള്ള ഒരു സാധനം എടുത്തത് കൊണ്ടാണ് നോർമൽ ഈ സംഭവത്തിന് ഞാൻ നോക്കിയിട്ടൊരു ഹോട്ടലിനേക്കാളും ഒരു മൈൽഡ് പെർസെൻറ്റേജ് കൂടുതലെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ഒരുപാട് കൂടുതലെന്ന് എൻ്റെ അഭിപ്രായത്തിലില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് പുറത്ത് കറങ്ങാൻ പോയില്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഈ സംഭവം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒറ്റ ദിവസത്തേക്കൊന്ന് ട്രൈ ചെയ്യാം. ഒറ്റ ദിവസത്തേക്കൊക്കെ ഓക്കെയാണ്. 2 ദിവസം നമ്മളൊരു റിലാക്സ്ഡ് മോഡിൽ വരുന്നോണ്ടാണ് ഈ 2 ദിവസം എല്ലായിടത്തും വന്നിട്ട് പോകുന്നത്. കാര്യം ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ചെക്ക് ഇൻ ടൈം 2 മണി, ചെക്ക് ഔട്ട് ടൈം 11 മണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് പോകാറാവുന്ന രീതിയിലായതുകൊണ്ടാണ് നമ്മളെപ്പോഴും എവിടെ പോയാലും 2 ദിവസമായിട്ട് എടുക്കാറ്. അപ്പോൾ ഇതൊരു 1 ഡേ ട്രൈ ഡെഫിനറ്റ്ലി ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? സന്തോഷമായി. സന്തോഷമായി. അപ്പോൾ എൻ്റെ പനി പിടിച്ച വെഡിങ് ആനിവേഴ്സറി പനി കണ്ടിന്യൂ ചെയ്യുന്നു. 2 ദിവസം മാറുമായിരിക്കും. എനിക്ക് ഒരാഴ്ചക്ക് മൂകാംബിയൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ശരി, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പോലെ ജസ്റ്റ് ക്ലിക്ക് ബെല്ലൈക്കൺ ഞെക്കിയേക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ ആള് ഒരു പ്രൊഫഷണൽ ലൈഫ് കോച്ച് മോഡിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. ഇതൊരു സെയിൽസ് മാർക്കറ്റിംഗ് ഒന്നുമല്ല, ആവശ്യമുള്ളവർ, അതായത് ഇതൊരു ഇറ്റ്സ് ഒരു കോഴ്സ് പോലെ ഒരു സംഭവമാണ്. അപ്പം ഒരുപാട് പേരിങ്ങനെ ഇത് ഫ്രീ ആണെന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊരു നമ്മളൊരു കോഴ്സ് പോലെ 2 months കോഴ്സ് പോലെ ചെയ്യുന്നൊരു സംഭവം ആകുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്തൊരു അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പലർക്കും ആ ഒരു ഇത് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.